ജിജി ജോസഫ്, ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് JPC പരിശോധിച്ച ശേഷം വന്നിട്ടുള്ള ഭേദഗതി നിർദ്ദേശങ്ങളാണല്ലോ എന്നാണ്. JPCയുടെ ഘടന എന്തായിരുന്നു, അതിനുശേഷം പ്രതിപക്ഷാംഗങ്ങളും മുസ്ലിം സമൂഹവും ഉന്നയിച്ച ആശങ്കകളും നിർദ്ദേശിച്ച ഭേദഗതികളും എന്തുകൊണ്ട് JPCയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായി വന്നില്ല, അതെങ്ങനെ അവഗണിക്കപ്പെട്ടു, എങ്ങനെയാണ് ഭരണകക്ഷിയുടെ മാത്രം താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു JPC നിർദ്ദേശങ്ങൾ പുറത്തു വന്നത്? മാത്രമല്ല, കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിച്ച് നിർദ്ദേശങ്ങൾക്ക് പകരം ഭേദഗതി തന്നെ JPC വരുത്തുന്ന ഒരു പുതിയ സംഭവവും പാർലമെന്റിനുണ്ടായി. അങ്ങനെ അടിമുടി ജനാധിപത്യ വിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവും മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടുള്ളതും വർഗീയ വിഭജനം ലക്ഷ്യം വെച്ചിട്ടുള്ളതുമായ ഒരു ഇടപെടൽ BJP സർക്കാർ നടത്തിയെന്ന ആരോപണത്തിന് നിങ്ങൾക്ക് എന്താണ് മറുപടി? JPC എന്നത് നിങ്ങൾക്ക് ഈ ബില്ല് കൊണ്ടുവരുന്നതിന് ജനാധിപത്യ രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു ന്യായമാണോ? JPCയെ പറ്റി പറയുമ്പോൾ ഞാൻ ഒറ്റ ഉദാഹരണമേ പറയുള്ളൂ. ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് JPC കമ്മിറ്റിയെ കാണാൻ വേണ്ടി മുനമ്പത്തുനിന്ന് അവിടുത്തെ സമരസമിതിയുടെ ആളുകളും വികാരി അച്ഛനും കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാരൻ എന്താ പറഞ്ഞത്? JPCയിലെ കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് ഇത് ശുദ്ധ നുണയാണ്, ഇത് വഖഫ് ഭൂമിയാണ് എന്നാണ് പറഞ്ഞത്. ആണല്ലോ. തെലങ്കാനയിലെ MP ആണ് അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചത്. ഇതങ്ങനെയല്ല, ഇതിൽ ഇപ്പോൾ ഇവർ പണം കൊടുത്ത് വാങ്ങിയതാണ്, ഇതിൽ പ്രശ്നമുണ്ട്, ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞത്. ഇപ്പം JPC എന്താണെന്ന് മനസ്സിലായില്ലേ? JPCയിൽ എന്തായിരുന്നു ഇവരുടെ നിലപാടുകൾ എന്ന് മനസ്സിലായില്ലേ? ഇവർ എന്നിട്ട് പുറത്തിറങ്ങി ഇവരെന്തെങ്കിലും പറയും, ഇവർ കണ്ണടച്ച് എന്തെങ്കിലുമൊക്കെ പറയുക, അതിനെ ഒരു വശത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കുക. അല്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് മുനമ്പത്ത് വന്ന് VD സതീശൻ പറയുകയും വഖഫ് ഭൂമിയല്ല എന്ന് പറയുകയും ചെയ്യുമ്പോഴും എന്താണ് മുസ്ലിം ലീഗിനെ കൊണ്ട് അങ്ങനെ പറയിക്കാൻ പറ്റാത്തത്? നിങ്ങളുടെ ഘടകകക്ഷിയല്ലേ, പറയണ്ടായിരുന്നോ? ആരെങ്കിലും എതിർത്തോ? പക്ഷെ അവിടെ രണ്ട് അഭിപ്രായമുണ്ട്. അത് കഴിഞ്ഞ് ഇവരുടെ ഫ്രാൻസിസ് ജോർജ് എന്താ പറഞ്ഞത്? അവിടെ വന്നൊരു നിലപാടും കോട്ടയത്ത് നിലപാട് വേറൊരു നിലപാടും. അല്ലല്ല, എന്താ ലീഗിന്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല ശ്രീജിജി. എവിടെ രണ്ട് അഭിപ്രായം ഉണ്ടെന്ന് ലീഗിലോ? ലീഗ് ആദ്യം വഖഫിൻ്റെതല്ല എന്നൊക്കെ മുഹമ്മദ് ഷാ പല വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഡീഡാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ET മുഹമ്മദ് ബഷീർ അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർക്കിടയിൽ അതിനെക്കുറിച്ച് ഭിന്നതയുണ്ട് ഈ വിഷയം. പക്ഷെ ആരെ ഇറക്കി വിടാൻ പാടില്ല എന്ന് ഒറ്റ വാചകം മാത്രം പറയും. അല്ല, ഞാൻ ചോദിക്കുന്നത് വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ, വഖഫ് നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ ലീഗിനകത്ത് എന്ത് ആശയക്കുഴപ്പമാണുള്ളത്, എന്ത് അഭിപ്രായ ഭിന്നതയാണുള്ളത്? ഇല്ല, വഖഫ് ഭേദഗതിയുടെ കാലത്തല്ല ഞാൻ മുനമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ഇവർ എന്നിട്ട് പോലും ഈ വഖഫിൻ്റെതല്ല എന്ന് പുറത്ത് പറയുമെങ്കിലും ഇവർ ബാംഗ്ലൂരിൽ ചെന്ന് JPCയുടെ മുന്നിൽ ഇവിടുത്തെ പ്രതിനിധികൾ ചെന്നപ്പോൾ ഇവര് കള്ളമാണ് പറയുന്നതെന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് പറഞ്ഞത്. അതായത് JPCയിൽ ഇവരെടുക്കുന്ന നിലപാട് മുഴുവൻ ഏകപക്ഷീയമായ നിലപാടാണ്. ഇതിനെ കാണാനോ പഠിക്കാനോ ഒന്നും ഞാൻ ചോദിച്ചത് അതല്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ JPCക്കകത്ത് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഭേദഗതി നിർദ്ദേശങ്ങളിൽ അംഗീകരിക്കപ്പെട്ട ഒന്ന് താങ്കൾ പറയൂ. തൃണമൂലിൻ്റെ MLA അവിടെ വന്ന് ചില്ലെറിഞ്ഞ് പൊട്ടിക്കുകയും ഗ്ലാസ് അറിഞ്ഞ് പൊട്ടിക്കുകയും ഒക്കെ അല്ലേ ചെയ്ത്. അതിൻ്റെ അകത്ത് നടന്ന ചർച്ചകളെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഇവരോട് ലക്ഷക്കണക്കിന് ആളുകളോട് അഭിപ്രായം തേടിയിട്ടുണ്ട്. ഇവരെടുക്കുന്ന നിലപാട് പക്ഷപാതപരമായ നിലപാടാണ്. പാർലമെന്റിലല്ലേ പിന്നീട് വരുന്നത്, പാർലമെന്റിൽ ഇത് ചർച്ച ചെയ്യല്ലേ. പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് ഇത് മുഴുവൻ വിഭജനത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നതെന്നാണല്ലോ. ഞാൻ പറഞ്ഞത് JPC എന്താണ്, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്താണ് ചെയ്യുന്നത്? ഇതിലെ ഭേദഗതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ചെയ്തത്? ഭേദഗതി ഇന്നതാണ് വേണ്ടതെന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അതിനെതിരെയാണ് ആദ്യത്തെ പ്രതിഷേധം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഭേദഗതി നിർദ്ദേശങ്ങൾ ഒന്നുപോലും അംഗീകരിക്കാതിരിക്കുക, മുസ്ലിം സമുദായത്തിന്റെ ആശങ്കകൾ സംബന്ധിച്ച് അതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കാതിരിക്കുക. അങ്ങനെ ഭരണപക്ഷത്തിന്റെ താല്പര്യപ്രകാരം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഉണ്ടാക്കി സഭയിൽ കൊണ്ടുവരിക, ഭൂരിപക്ഷമുണ്ട് എന്നതിൻ്റെ ആ മിടുക്ക് കാട്ടിക്കൊണ്ട് അത് അംഗീകരിപ്പിക്കുക. അതാണല്ലോ നടന്നത്. അതാണ് ഭരണപക്ഷത്തിനെതിരെയുള്ള ആക്ഷേപം. അവിടെയാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന വിമർശനം ഉയരുന്നത്.
പിന്നെ രണ്ടാമത് ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് അതൊരു സമുദായത്തെ ലക്ഷ്യം വെക്കുന്നു, ഉന്നം വെക്കുന്നു എന്ന ജനാധിപത്യ വിരുദ്ധമല്ല. ഇവരതിൻ്റെ അകത്ത് കയറി എടുക്കേണ്ട നിലപാടുകൾ ഇവര് അവിടെ പക്ഷപാതപരമായും ഈ ബില്ലിനെ പൂർണ്ണമായി എതിർക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള കാര്യങ്ങൾ ഇവർ കൊണ്ടുവരുന്ന ഭേദഗതിയൊന്നും നമുക്ക് നടത്താൻ പറ്റാത്തതാണ്. ഇവർ പറയുന്നത് ഈ ബില്ലേ വേണ്ടെന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കിയവരാണ് അവിടെ വന്ന് ഈ ബില്ലിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതെങ്ങനെയാണ് സംസാരിക്കുക അവർ? ഈ ബില്ല് വേണ്ട എന്ന് ഇവിടെ പ്രമേയം പാസ്സാക്കിയ ഇരു മുന്നണികളുണ്ട്. രണ്ട് മുന്നണി ചേർന്നിട്ടില്ലേ ബില്ല് പാസ്സാക്കിയത് നിയമസഭയിൽ? ഇതിന്റെ പ്രതിനിധികളല്ലേ അവിടെ ചെന്നിട്ട് ഇത് ഭേദഗതിയെ പറ്റി ചർച്ച ചെയ്യുന്നത്? ഇവരിത് വേണ്ടെന്നേ പറയുന്നത്. ഇതിനെക്കുറിച്ച് കലഹം ഉണ്ടാക്കിയ ബില്ല് പാസ്സാക്കിയല്ല, ബില്ലിനെതിരെ പ്രമേയം പാസ്സാക്കി. അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? നിയമസഭയിൽ ബില്ലിനെതിരെ പ്രമേയം പാസ്സാക്കി. അംഗീകരിക്കപ്പെടാവുന്ന ഒരു നിലപാടുകളും പറയാത്തവരാണ് ഈ കോൺഗ്രസിന്റെ ആളുകൾ. ഈ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ആളുകൾ ആ JPC കമ്മിറ്റിയിൽ വന്നവർ അംഗീകരിക്കപ്പെടാവുന്ന ഒരു നിലപാടും പറഞ്ഞവരല്ല. അവരെ ഈ ബില്ലേ വേണ്ട എന്ന് പറയുന്നവരാണ്, ഭേദഗതി ബില്ല് വേണ്ട എന്ന് ആവശ്യപ്പെടുന്നവരാണ്. അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. പിന്നെ ജനാധിപത്യപരമായിട്ടുള്ള ഞങ്ങളിവിടെ ജയിച്ചത് ജനാധിപത്യപരമായിട്ടാണ് സാർ. ഞങ്ങളല്ലാതെ ചാടിക്കേറി ഇരുന്നതല്ല. ഞങ്ങൾ ജനാധിപത്യപരമായി ജയിച്ചതാണ്. ജനാധിപത്യപരമായി ജയിച്ചതുകൊണ്ടാണ് ജനാധിപത്യപരമായ സഭയിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. ഏകപക്ഷമായി പാസ്സാക്കി പോകുന്നല്ലോ. ഈ JPC പറഞ്ഞു, JPC കൊണ്ടുവന്നു. അതിലെ നിർദ്ദേശങ്ങൾ വെച്ചു. നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വിയോജിപ്പ് രേഖപ്പെടുത്താം. അപ്പോഴും നിങ്ങൾ ഇവിടെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ കുറിച്ച് സംസാരിക്കണം. അതല്ല സംസാരിക്കുന്നത്. അതാണ് പ്രശ്നം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും നിർദ്ദേശങ്ങൾ വെച്ചതുമായ എന്ത് കാര്യങ്ങളാണ് JPC അംഗീകരിച്ചതെന്നാണ്. ജഗദാംബിക പാൽ അംഗീകരിച്ച എന്ത് നിർദ്ദേശമാണുള്ളത് ഈ പുതുക്കിയ അല്ലെങ്കിൽ ഈ ഭേദഗതി ചെയ്യപ്പെട്ട ബില്ലിൽ? അല്ലെന്ന് ജഗദാംബിക പാലിന്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നവർ ഈ ബില്ലേ വേണ്ടെന്ന് പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടാക്കാൻ കയറി ചെല്ലുന്നവരാ. പിന്നെ അവർ വെക്കുന്ന നിർദ്ദേശങ്ങൾ മുഴുവൻ ബില്ല് വേണ്ടെന്നുള്ള നിർദ്ദേശമാണെന്നേ, വേറെ നിർദ്ദേശങ്ങളൊന്നും ഇല്ലെന്നേ. ഇതിൻ്റെ അകത്ത് പിന്നീട് പറയുന്നത് ഈ അമുസ്ലിങ്ങൾ വരുന്നു എന്നുള്ളത് എന്തിനാണ് കളക്ടർക്ക് കൊടുക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് സുപ്രീം കോടതി ജഡ്ജി, ബാർ കൗൺസിലുള്ള ആളുകൾ? അല്ല, അതൊക്കെ പ്രധാനപ്പെട്ട കൺസേൺ ആണല്ലോ. ഒരു പ്രോപ്പർട്ടി ടൈറ്റിൽ തീരുമാനിക്കുന്ന അവകാശം കളക്ടർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ. പിന്നെ ഇതിലെ അന്തിമ തീരുമാനം ഉണ്ടാക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണലാണ് എന്ന ആവശ്യത്തിൽ വരുത്തുന്ന ഭേദഗതി, ഇത്തരം കാര്യങ്ങളിലുള്ള ആശങ്കയാണല്ലോ ഈ ബില്ലിനെ എതിർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ആ കാര്യങ്ങളിൽ വെക്കുന്ന ബദൽ നിർദ്ദേശങ്ങൾ പരിഗണിക്കുക എന്നത് JPCയിൽ സംഭവിക്കേണ്ടതായിരുന്നില്ലേ? അത് പോട്ടെ, എന്തെങ്കിലും ഒരു നിർദ്ദേശം പരിഗണിക്കണ്ടേ? അതല്ലെങ്കിൽ പിന്നെ ഇത് ഏകപക്ഷീയമല്ല എന്ന് പിന്നെ എങ്ങനെ പറയും? സെക്ഷൻ 40യുമായി ബന്ധപ്പെട്ട് ഇവരെന്ത് പ്രസ്താവന നടത്തിയിട്ടുള്ളത്? ഇവരുടെ നിലപാടെന്താ? അത് പറയട്ടെ. ഇവർ പൊതുസമൂഹത്തോട് ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങൾ പറഞ്ഞു, സെക്ഷൻ 40യുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ട്രിബ്യൂണലല്ല ഇതിൻ്റെ അന്തിമ വാക്ക് എന്ന് പറയുന്നതിനെ കുറിച്ച് ഇവരെന്ത് നിലപാടാണ്? ഞങ്ങൾ ഇതിന് ഇന്ന ഭേദഗതി, ട്രിബ്യൂണൽ വേണ്ട, ഞാൻ ഇപ്പോൾ കളക്ടർക്ക് ഇതിൻ്റെ നോക്കാനുള്ള അധികാരം വരട്ടെ, റവന്യൂ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കളക്ടർ അതിനെ നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവർക്കത് വേണ്ട എന്ന് പറയുന്ന, അല്ലെങ്കിൽ ട്രിബ്യൂണൽ തന്നെ മതി എന്ന് പറയുകയോ അല്ലെങ്കിൽ കളക്ടർ വേണ്ട എന്ന് പറയുക, ഏത് ഭേദഗതിയാണ് ഇവർ പുറത്തു വന്ന് പറഞ്ഞത്? ഇവർ പൊതുസമൂഹത്തോട് പറഞ്ഞല്ലോ. ഇവരിതൊന്നും പറഞ്ഞിട്ടില്ല. ഇവർ ഞങ്ങളെ അനുവദിച്ചില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവർ ഈ ബില്ല് വേണ്ടെന്നുള്ള, ഈ അമെൻമെന്റ് വേണ്ടെന്നുള്ള വാദക്കാരാണ്. ഈ അമെൻമെന്റിൽ ഈ ബില്ലിൽ തൊടുകേ വേണ്ട എന്നുള്ള വാദക്കാരാണ്. അതിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. ശരി, ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാൻ താങ്കൾ